അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. നമുക്കറിയാലോ അല്ലേ, ഉലുൽ അസ്മുകളിൽ പ്രധാനി അള്ളാൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഉമ്മത്തിന് പടച്ച റബ്ബ് തയ്യാറ് ചെയ്ത അനുഗ്രഹങ്ങൾ കണ്ടപ്പോൾ, ബ്ലെസ്സിങ്സ് കണ്ടപ്പോൾ, നിഅമത്തുകൾ കണ്ടപ്പോൾ ശരിക്കും മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിനൊരു പൂതി. എന്താ അറിയോ? പടച്ചോനെ, എന്നെയും അവസാന പ്രവാചകനായിട്ടുള്ള ഖാതിമുൽ അംബിയ ആയിട്ടുള്ള മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിങ്ങളിൽ എന്നെയും ഉൾപ്പെടുത്തുക പടച്ചോനെ എന്ന് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ, അള്ളാഹിനോട് ആവശ്യപ്പെട്ടപ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് പടച്ച റബ്ബ് തയ്യാറ് ചെയ്ത അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കുന്ന, അതുൾക്കൊള്ളുന്ന ഒരു സ്വലാത്ത് പടച്ച റബ്ബ് മൂസാ നബി അലൈഹി സ്വലാമിന് പറഞ്ഞു കൊടുത്തു. ആ ഒരു സ്വലാത്താണ് ഇൻഷാ അള്ളാഹ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതുപോലെയുള്ള വ്യത്യസ്ത സ്വലാത്തുകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചൊല്ലി അതിൻ്റെ ഫലങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ, ദുനിയാവിലും ആഖിറത്തിലും അത് ആസ്വദിക്കാൻ പടച്ച റബ്ബ് ഓൻ്റെ കാരുണ്യം കൊണ്ട്, ഓൻ്റെ കൃപ കൊണ്ട്, ഓൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കറിയാം, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്. അതിലുപരി അള്ളാൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറഞ്ഞാലോ അതിലുപരി അത്ഭുതമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് അള്ളാൻ്റെ ഹബീബിനോട് പറഞ്ഞത്? ലൗലാക്ക ലമാ ഖലഖതുൽ അഫ്ലാക്ക്. നബിയെ, അങ്ങയെ പടക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂഗോളങ്ങളെയൊന്നും ഞാൻ പടക്കില്ലായിരുന്നു, ഈ ലോകങ്ങളെയൊന്നും ഞാൻ സൃഷ്ടിക്കില്ലായിരുന്നു എന്നാണ് അള്ളാൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്. അത് മാത്രം മതി അള്ളാൻ്റെ ഹബീബിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ. പിന്നെ ആ ഹബീബിൻ്റെ പേരിലുള്ള സ്വലാത്തിൻ്റെ ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഗുണം നമ്മൾ പറയണ്ടല്ലോ. അള്ളാഹു നമുക്ക് അത് ഒരുപാട് ചൊല്ലാൻ, ഒരുപാട് ചെയ്യാൻ, ജീവിതത്തിൽ കോടാനുകോടി സ്വലാത്തുകൾ ചൊല്ലാൻ ഓൻ്റെ കാരുണ്യം കൊണ്ട് അള്ളാൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹക്ക് കൊണ്ട് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ഹബീബിനെ ഒരുപാട് ഇഷ്ടം വെക്കാൻ, ഒരുപാട് സ്നേഹിക്കാൻ, ഒരുപാട് ഹുബ്ബ് വെക്കാനുള്ള ഭാഗ്യം പടച്ചോന് നമുക്ക് നൽകട്ടെ. ആ ഹബീബിനെ സ്നേഹിക്കണമെങ്കിൽ അള്ളാഹിൻ്റെ പ്രത്യേക അനുമതി വേണം. കാരണം അള്ളാഹ് ഇഷ്ടപ്പെട്ടൊരു സാധനമല്ലേ, അള്ളാഹ് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, അള്ളാഹ് ഏറ്റവും കൂടുതൽ ഹുബ്ബ് വെക്കുന്നൊരു സാധനമല്ലേ. അപ്പോൾ ആ ഹബീബിനെ ഇഷ്ടം വെക്കണമെങ്കിൽ അള്ളാഹ് തൗഫീഖ് തരണ്ടേ. അള്ളാഹുവെ, ഞങ്ങൾക്ക് തൗഫീഖ് താ പടച്ചോനെ. ആ ഹബീബിൻ്റെ യഥാർത്ഥ ആശിഖീങ്ങളിൽ, മുഹബ്ബീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനി സ്വലാത്ത് പറഞ്ഞുതരാം. ഏതാ സ്വലാത്ത് അറിയോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖാതിമിൽ അംബിയാഇ വ മഅദിനിൽ അസ്റാരി വ മംബഇൽ അൻവാരി വ ജമാലിൽ കൗനൈനി വ ശറഫിദ് ദാറൈനി വ സയ്യിദി സഖലൈനി അൽ മഖ്സൂസ് ബിഖാബ ഖൗസൈൻ. ഇതാണ് സ്വലാത്ത്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറഞ്ഞപ്പോൾ, ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹ് പറഞ്ഞു കൊടുത്ത സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖാതിമിൽ അംബിയാഇ വ മഅദിനിൽ അസ്റാരി വ മംബഇൽ അൻവാരി വ ജമാലിൽ കൗനൈനി വ ശറഫിദ് ദാറൈനി വ സയ്യിദി സഖലൈനി വൽ മഖ്സൂസ് ബിഖാബ ഖൗസൈൻ. അൽഹംദുലില്ലാഹ് വഫഖനല്ലാഹ്. ഇതുപോലെയുള്ള ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നൽകട്ടെ എന്ന ആത്മാർത്ഥ ദുആയോടുകൂടെ നിങ്ങളെ വിലയേറിയ ദുആകളിൽ ഈ പാപിയെയും ഉൾപ്പെടുത്തണമെന്ന ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.